ഹായ് മക്കളെ, 2025 CUT എൻട്രൻസ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2025 CUT ഒരു കോമൺ അഡ്മിഷൻ പോർട്ടലിനുള്ള സാധ്യത നേരത്തെ തന്നെ ഏപ്രിൽ മാസത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2025 എത്തുന്ന സമയത്ത് എന്തായിരിക്കും പ്രധാനമായിട്ടും വരുന്ന വലിയ മാറ്റം എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് സാധാരണഗതിയിൽ CUT എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയതിനു ശേഷം ഓരോരോ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കാനാണ് ചെയ്യുക. ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിലും, JNU ആണെങ്കിലും, ഹൈദരാബാദ് ആണെങ്കിലും, പോണ്ടിച്ചേരി ആണെങ്കിലും, ബനാറസ് ആണെങ്കിലും എല്ലാം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതും. എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഓരോ യൂണിവേഴ്സിറ്റികളും അവരുടെ അപ്ലിക്കേഷൻ പോർട്ടൽ പ്രത്യേകം ഓപ്പൺ ആക്കുകയാണ് ചെയ്യുക. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കേസ് ആണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റികളും ഹൈദരാബാദ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ ആണെങ്കിലും അവരവരുടെ ഒരു അവരുടെ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടൽ വഴിയാണ് അപ്ലിക്കേഷൻ പ്രോസസ്സ് സാധാരണ ഇതിൽ നടക്കാറുള്ളത്. ഇനി അതിന് പകരമായി UGC ഒരു കോമൺ പോർട്ടൽ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു കോമൺ പോർട്ടൽ വരികയാണെങ്കിൽ എന്തായിരിക്കും പ്രധാനമായിട്ടും സംഭവിക്കുക? ഈ അഡ്മിഷൻ പ്രോസസ്സിൽ ഈ കൗൺസിലിംഗ് പ്രോസസ്സ് കുറച്ചുകൂടി ഒരു സിമ്പിൾ പ്രോസസ്സായി മാറുന്നതാണ്. സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സിൽ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയിട്ടുള്ള CUTയിൽ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾ എന്ത് സംഭവിക്കും? അവർ ആദ്യത്തെ റൗണ്ടിൽ തന്നെ അഡ്മിഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്ഷൻസ് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? അവർ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സീറ്റ് വേക്കൻസി ആവുകയും താഴെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് ലേറ്റർ സ്റ്റേജിലേക്കൊക്കെ കടക്കുന്ന സമയത്ത്. അത്തരം ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് CUT എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു കോമൺ അഡ്മിഷൻ പോർട്ടൽ വഴി എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ ആ ഒരു സ്വഭാവത്തിൽ നടത്താനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം കോമ്പറ്റീഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ അഡ്മിഷൻ പ്രോസസ്സിനെ സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ അഡ്മിഷൻ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടാണ് UGC തയ്യാറെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിലെ വൈസ് ചാൻസലർ പറയുന്നത് പ്രകാരം ഈ പറയുന്ന പോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടോപ്പ് റാങ്കിങ് സ്റ്റുഡൻസ് അവർ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയതിനു ശേഷം സീറ്റ് ബ്ലോക്ക് ചെയ്യുകയും അങ്ങനെ താഴെ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അടുത്ത കുട്ടികൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ സിംഗിൾ വിൻഡോ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബേർഡൻ ഒഴിവാക്കി കിട്ടുന്നതാണ്. നേരത്തെ ഉള്ള അഡ്മിഷൻ പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികൾ അപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓരോ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലേക്കും പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ പോയി നമുക്ക് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അഡ്മിഷൻ വരെ ക്യാൻസൽ ആയി പോകാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. സാധാരണ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ വിളിക്കുകയും ഫസ്റ്റ് റൗണ്ട് ഓഫ് അഡ്മിഷൻ കഴിഞ്ഞ ശേഷം സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, ഫോർത്ത് റൗണ്ട്, ശേഷം പിന്നെ സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള സ്വഭാവത്തിലൊക്കെ ഉണ്ടാവുക. ഇതെല്ലാം നമുക്ക് ഒരൊറ്റ കോമൺ പ്ലാറ്റ്ഫോമിൽ വരികയാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സിമ്പിൾ ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ CUT എൻട്രൻസ് എക്സാമിനേഷൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന +2 പൂർത്തിയായിട്ടുള്ള അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഏത് സ്ട്രീം ആയിക്കോട്ടെ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സ്ട്രീം ആയിക്കോട്ടെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ 2025 പോകുന്ന സമയത്ത് പ്രിപ്പറേഷൻ പ്രോസസ്സൊക്കെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ആരംഭിക്കേണ്ട സമയമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.